ഡോക്ടർ അന്നൊരു ഫ്രണ്ട് ഇവിടെ ചികിത്സക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, കൈ ചെറിയൊരു ഫ്രാക്ചർ ആയിട്ട് അവര് വന്നത് വെച്ചാൽ നമ്മുടെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ ആയുർവേദം ചെയ്തതിന് ശേഷമാണ് മൂവ്മെന്റ് ഫ്ലെക്സിബിൾ ആയത്. അതിനെ കുറിച്ച് പലർക്കും ഉള്ള സംശയമാണ്, നമുക്കൊരു ഫ്രാക്ചർ ഉണ്ടായി നമ്മളപ്പോൾ അവിടെ പ്ലാസ്റ്റർ ഇട്ട് അനക്കാതെ വെക്കുമ്പോൾ അതങ്ങ് ആ ജോയിന്റ് കയറി സ്റ്റിഫ് ആവും. കാര്യം നമുക്ക് ആ പൊട്ടിയ ബോൺ, ഫ്രാക്ചർ ആയ ബോൺ കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ മൂവ്മെന്റ് ഇല്ലാതെ പ്ലാസ്റ്റർ ചെയ്ത് വെക്കുന്നത്. അല്ല ഇപ്പോഴത്തെ ബ്രേസേഴ്സ് അങ്ങനെ പല രീതിയിലാണല്ലോ. അന്ന് താങ്കളുടെ ഫ്രണ്ട് വന്നത് ഇങ്ങനെ ഒരു ബ്രേസേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൂവ്മെന്റ് ഇല്ലാതെ വെക്കുമ്പം നമ്മളൊരു സാധനം, ഇപ്പൊ ഒരു വണ്ടി ആയാൽ പോലും അനക്കമില്ലാതെ കുറെ നാൾ കിടക്കുമ്പോൾ ഒന്ന് അനങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് ഡോറൊക്കെ അനങ്ങിയിട്ടില്ല, എണ്ണ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നു, മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നു, സർക്കുലേഷൻ ഉണ്ടാക്കുന്നു. ഫിസിയോതെറാപ്പി ചെയ്തു അത്രയും റിസൾട്ട് വന്നില്ല എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, അത് ലോക്കൽ ഏരിയയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവർ ആ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ആ ജോയിന്റ് മാത്രം, അവിടെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു ചികിത്സയെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചെയ്യാൻ നേരം കുറച്ചുകൂടെ ഹോൾ ബോഡിയെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അവർക്ക് മൊത്തത്തിലൊരു നറിഷ്മെന്റ് ആണ് വരുന്നത്. ആയുർവേദം ചെയ്യുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആയി നടക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടോക്സിറ്റി പുറത്തും പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോൾ ബോഡി തെറാപ്പി എടുത്തു, ഫുൾ ബോഡി ഓയിൽ മസാജും വിത്ത് കിഴി ചെയ്തു എന്ന് വെച്ചോ. അപ്പൊ നമ്മളുടെ ഡൈജഷനിലൂടെ തന്നെ, അതായത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് നമ്മുടെ ടമ്മിയിൽ എത്തുകയും മോഷനിലും യൂറിനിലൂടെ അത് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ആയുർവേദം എടുക്കുമ്പോൾ കറക്റ്റ് വെള്ളം കുടിക്കണം, മോശം പോകുന്നത് കറക്റ്റ് ആണോ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാക്സേറ്റീവ് കൊടുക്കാറുണ്ട്. 2 റൂട്ടിലൂടെ 3 റൂട്ടാണ് ശരിക്കും പറയുന്നത്. ഒന്ന് സ്വെറ്റ്, വിയർക്കുക, പിന്നൊന്ന് യൂറിൻ, പിന്നൊന്ന് മോഷൻ. ഈ 3 പ്രക്രിയയിലൂടെ നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റ് പുറത്തു പോകുന്നുള്ളൂ. അപ്പൊ ഇൻഫ്ലമേഷൻ പിന്നെ എങ്ങനെയാ പോകുന്നത്? ഇപ്പം വേറെ ഓരോ തെറാപ്പീസ് ലോക്കൽ ഏരിയ ചെയ്യുമ്പോൾ അവിടെ തന്നെ ഇൻഫ്ലമേഷൻ ഒന്ന് ലിക്വിഫൈ ആയി മൂവ് ചെയ്ത് കിടക്കുന്നേ ഉള്ളൂ. സർക്കുലേഷനിൽ വന്ന് ഈ കറക്റ്റ് പ്രോപ്പർ വേയിൽ പുറത്തു പോകുന്നില്ല. ഇപ്പൊ ശരിയായോ?